Good afternoon. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? വെബ് ബ്രൗസേഴ്സ് അല്ലേ എടുത്തുകൊണ്ടിരുന്നേ? യൂസർ ഇന്റർഫേസ് വരെ പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ വെബ് ബ്രൗസേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ വെബ് ബ്രൗസർ എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതിലൂടെ നമുക്ക് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW നമ്മൾ പറയാറുണ്ട് അല്ലെ? വേൾഡ് വൈഡ് വെബിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട്, പല വെബ് പേജുകളിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് പല പല വെബ്സൈറ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിലൂടെ കിട്ടുന്ന ഓൺലൈൻ കണ്ടന്റ് യൂസ് ചെയ്യാനും പറ്റും. അതിന് കുറച്ച് എക്സാമ്പിളുകൾ ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് ഇതൊക്കെ അതിന് എക്സാമ്പിളുകളാണെന്ന് പറഞ്ഞിരുന്നു. വെബ് ബ്രൗസറുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അതില് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് യൂസർ ഇന്റർഫേസ്. ഇതൊരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ അഡ്രസ് ബാർസ് ഉണ്ട്, ബുക്ക് മാർക്സ് ഉണ്ട്, നമുക്ക് നാവിഗേഷൻ ബട്ടൺസ് ഉണ്ട്. ഇതിന്റെയൊക്കെ സഹായത്തോടു കൂടി വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ ഈ വെബ് പേജസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സുകൾ നമുക്ക് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് സെർച്ച് ചെയ്താലും കിട്ടും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വെബ് പേജ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫോർമാറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക. വളരെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ഒരു വെബ് പേജ് നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു? ഫോർമാറ്റ് ചെയ്ത് വരുന്നത്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? യൂസർ ഇന്റർഫേസ് വരെയും അവിടെ വരെയും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് റെൻഡറിംഗ് വെബ് പേജസ്. റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറഞ്ഞാൽ ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻ ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് HTML, ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയുള്ള മോഡ്സ് കേട്ടിട്ടില്ലേ? അതൊക്കെ ലാംഗ്വേജസ് ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അവിടെ ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഷകളാണല്ലോ, അപ്പൊ അത്തരത്തില് നമുക്ക് കിട്ടുന്ന, അപ്പൊ നമ്മളൊരു വെബ് ബ്രൗസർ യൂസ് ചെയ്ത് നമ്മളൊരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സെർച്ചിങ് നടത്തുമ്പോൾ ആ പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള HTML ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് മോഡായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇതിലേക്ക് ആ ഒരു ഡേറ്റാസ് ആയിരിക്കും കിട്ടുക. അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വായിക്കുന്ന ആ ഒരു യൂസറിനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് പരിഭാഷപ്പെടുത്താനും ഇതിലൊരു എന്താണ് പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്താ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ HTML ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് മോഡിലായിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ തിരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ, ട്രാൻസ്ഫോമിങ് ഇൻടു ദ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ കണ്ടത് നമുക്ക് യൂസേഴ്സിന് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ സഹായത്തോടു കൂടി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിലാണ് നമുക്ക് അത് കാണാൻ പറ്റുക അല്ലെ? അല്ലാതെ ഈ ഫോർമാറ്റിലല്ലോ നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത് അല്ലെ? നമ്മളെപ്പോഴും ഒരു സെർച്ച് ചെയ്താൽ നമ്മൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്, കോമൺ ഇംഗ്ലീഷ് ലാംഗ്വേജസിലുള്ള കാര്യങ്ങളായിരിക്കും വരിക അല്ലെ? അല്ലാതെ ഈ HTML ലാംഗ്വേജിലൊക്കെ ഉള്ളതാണോ നമുക്ക് വരുന്നത്? അല്ല അല്ലെ? അപ്പൊ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തി ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഈ ഒരു വെബ് ബ്രൗസേഴ്സിൽ ഉണ്ടായിരിക്കും. മൂന്നാമത്തത് ടാബ്ഡ് ബ്രൗസിംഗ്. Tabs browsing എന്ന് പറഞ്ഞാൽ is an accepted feature in web browsers that permit user to open multiple web pages within a single browser window. ഇപ്പൊ നിങ്ങൾ കണ്ടാണ് ഗൂഗിൾ ക്രോമിലൊക്കെ കയറിയാൽ നമുക്കറിയാം
ഒരൊറ്റ ടാബ് നമ്മൾ ഓപ്പൺ ആക്കി എന്ന് വെച്ചു. ആ ഒരു ടാബ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റു വെബ്സൈറ്റിൽ കയറാൻ പറ്റുള്ളൂ? അല്ല, നമുക്ക് മറ്റു ടാബുകൾ യൂസ് ചെയ്തൂടെ? ഒരു പ്ലസ് സൈൻ കാണാറുണ്ടല്ലോ, കാണാറില്ലേ? മറ്റ് വെബ് പേജസ് അല്ല. അപ്പൊ ഒറ്റ സിംഗിൾ ബ്രൗസർ വിൻഡോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വെബ് പേജസ് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ലേ? എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ആക്കി വെക്കാം. മൾട്ടിപ്പിൾ വെബ് പേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടാബഡ് ആയിട്ടുള്ള ആ ഒരു ടാബ് ബ്രൗസിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ സിംഗിൾ ബ്രൗസർ വിൻഡോയിൽ തന്നെ ഓപ്പൺ മൾട്ടിപ്പിൾ വെബ് പേജസ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെബ് പേജസ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് ആവശ്യം അത് നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് ഈ ടാബഡ് ബ്രൗസിംഗിന്റെ സഹായത്തോടു കൂടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി കണ്ടിട്ടുണ്ടോ? ബുക്ക് മാർക്സും ഹിസ്റ്ററിയും കണ്ടിട്ടില്ലേ? നമ്മൾ ഇടയ്ക്ക് കൂടുതലൊക്കെ ആവുമ്പോൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ ബ്രൗസേഴ്സ് മേക്ക് യൂസർ ഏബിൾ ടു ബുക്ക് മാർക്ക് ദിയർ മോസ്റ്റ് ലൈക്ഡ് വെബ്സൈറ്റ് ഫോർ ക്വിക്ക് ആക്സസ്. നമുക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ലൈക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് ലൈക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ബുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ they also keep a browsing history permitting user to revisit formerly visited web pages. നമ്മൾ എന്തൊക്കെയാണോ അത് സെർച്ച് ചെയ്തത് ആ സെർച്ച് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള വെബ് പേജസിന്റെ ഒക്കെ ബ്രൗസിംഗ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റില്ലേ? അത്തരത്തിൽ ആ ഹിസ്റ്ററി കൊടുക്കുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഇനി മുൻപ് നമ്മൾ കയറിയ വെബ്സൈറ്റോ കാര്യങ്ങളിലോ ഒന്നും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് എളുപ്പത്തിൽ കണ്ടെത്താനും കൂടി വേണ്ടിയിട്ടാണ്. സോ അത്തരത്തില് ബുക്ക് മാർക്സ് ചെയ്ത് വെക്കാം. ആ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഹിസ്റ്ററിയിൽ നോക്കി നമ്മുടെ മുൻപ് വിസിറ്റ് ചെയ്ത ഏതെങ്കിലും വെബ് പേജസിൽ പിന്നെയും റീവിസിറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. Then അഞ്ചാമത്തത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. Okay, web browsers give priority to security and privacy features to protect user data and provide a secure browsing experience. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ തരുന്നത് വെബ് ബ്രൗസേഴ്സ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സിന് തന്നെയാണ്. അപ്പൊ അതിലൂടെ നമ്മുടെ ബ്രൗസ് ചെയ്യുന്ന യൂസറിന്റെ ഡേറ്റാസ് ആയിക്കോട്ടെ അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഡേറ്റാസ് സെക്യൂർ ചെയ്യുകയും സേഫ് ആയിട്ട് വെക്കുകയും അവരുടെ പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രൗസിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഇത് സഹായകമാണ്. അപ്പോ ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാ പറഞ്ഞേ? യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ അഡ്രസ് ബാറുകളിൽ അഡ്രസ് സെർച്ച് ചെയ്തിട്ട് എളുപ്പത്തിൽ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നാവിഗേഷൻ ബട്ടൺസ് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പല വെബ് പേജസുകളും റിക്വസ്റ്റ് ചെയ്ത വെബ് പേജസിലേക്ക് എൻറ്റർ ചെയ്യാനും അത് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറഞ്ഞാൽ HTML, JavaScript പോലെയുള്ള മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാംഗ്വേജസുകളെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുമുള്ളൊരു ഫീച്ചർ ഇതിനുണ്ട്. അതുപോലെ ടാബഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കുറെ ടാബുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഒറ്റ സിംഗിൾ ബ്രൗസർ വിൻഡോയിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെബ് പേജസ് നമുക്ക് ഓപ്പൺ ആക്കി വെക്കാനായിട്ട് പറ്റും. ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ബ്രൗസ് ചെയ്ത ഹിസ്റ്ററി അല്ലെങ്കിൽ ബ്രൗസിംഗ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ മുൻപ് നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ വെബ് പേജസിലോ നമുക്ക് റീവിസിറ്റ് ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ആ യൂസറിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ സെക്യൂരിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു ബ്രൗസിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഫീച്ചർ കൂടി ഈ ഒരു വെബ് ബ്രൗസേഴ്സിൽ ഉണ്ടായിരിക്കും. Then popular web browsers consist of പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സിന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. നോക്കിയേ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ സവാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഒപ്പേര. ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സിന്റെ പേരുകളാണ്. Then users have the flexibility to select the browser that best suits their preference, needs and platform of choice. അതിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് വെബ് ബ്രൗസർ വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ബെസ്റ്റ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ പ്രിഫറൻസിനനുസരിച്ചും നീഡ്സിനനുസരിച്ചും അവർക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് ബ്രൗസേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു മോസില്ല ഫയർഫോക്സിന്റെയും നമ്മുടെ ഗൂഗിൾ ക്രോമിന്റെ ഒരു പിക്ചർ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്.
വായിച്ചു കഴിഞ്ഞവരെന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് വണ്ണാണ് ഓൺലൈൻ സെക്യൂരിറ്റി. കേട്ടോ, ഓൺലൈൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഓൺലൈൻ സെക്യൂരിറ്റി. ഓൺലൈൻ സെക്യൂരിറ്റി threats refers to numerous risks and vulnerabilities that can compromise the security of individuals, organization and system when using the internet. നമുക്കറിയാം ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് കേൾക്കാറുണ്ടല്ലോ അല്ലെ? ഓൺലൈനായിട്ട് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭീഷണികൾ ഇല്ലേ? ന്യൂമറസ് റിസ്ക്, ഒരുപാട് അപകട സാധ്യതകളും അതുപോലെ തന്നെ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് സ്ഥിതിവിശേഷങ്ങളും ഒക്കെ നമ്മുടെ സെക്യൂരിറ്റി, ഇപ്പൊ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ സിസ്റ്റംസിന്റെയോ ഒക്കെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാല് ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റംസുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപകട സാധ്യതകൾ നിരവധി അപകട സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ആക്രമിക്കപ്പെടേണ്ടതിലുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് മാൽവെയർ. കേട്ടിട്ടുണ്ടോ മാൽവെയർ? നമ്മളൊക്കെ ഫോൺ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ ക്ലീൻ ചെയ്യാറില്ലേ? ഇപ്പൊ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ, യൂസ് ചെയ്യാറില്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഇത്തരത്തിലുള്ള മാൽവെയർസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാ അല്ലെ? അപ്പൊ ഇവിടെ മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്ന പേരാണ് മാൽവെയർ. ശരിക്കും മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഷോർട്ട് ആയിട്ട് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നു. കൺസിസ്റ്റ് ഓഫ്, അതിൽ ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. വൈറസ്, ബോംസ്, ട്രോജൻസ്, റാൻസംവെയർ, സ്പൈവെയർ, ഇതെല്ലാം ഈ മാൽവെയർസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. വൈറസ് ചോദിച്ചാലും, ബോംസ് ചോദിച്ചാലും, ട്രോജൻസ് ചോദിച്ചാലും, റാൻസംവെയർ, സ്പൈവെയർ, ഇതെല്ലാം ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ മാൽവെയറിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. Then malware is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operation. അപ്പൊ നമ്മുടെ ഒരു വൈറസ് ഒക്കെ കയറി കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മൾ പറയാറില്ലേ, നമ്മുടെ വൈറസ് ഒക്കെ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോ ഒക്കെ കയറി എന്താ പറ്റുക? നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ ഡാമേജ് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെയും ഇത് തന്നെ മാൽവെയർ എന്താണ്? നമ്മുടെ ഒന്നില്ലെങ്കിൽ ഡാമേജ് ഓർ അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി സിസ്റ്റം, ഒരു സിസ്റ്റത്തിലേക്ക് ഇത്തരത്തിലുള്ള വൈറസ് മാൽവെയർസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു
കഴിഞ്ഞാൽ അത് നമ്മുടെ അൺഓതറൈസ്ഡ് അംഗീകൃതമല്ലാത്ത രീതിയിൽ സിസ്റ്റത്തിലേക്ക് പല സംവിധാനങ്ങളിലേക്കും എൻറ്റർ ചെയ്യാനും സ്റ്റിൽ ഇൻഫർമേഷൻ ഒന്നുകിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഡാമേജ് ചെയ്യുകയോ അല്ലെങ്കിൽ തകരാറ് സംഭവിക്കുകയോ ചെയ്യാൻ പറ്റും. അപ്പൊ മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? വൈറസ് പറഞ്ഞാലും, വേർംസ് പറഞ്ഞാലും, ട്രോജൻസ് പറഞ്ഞാലും, റാൻസംവെയർ പറഞ്ഞാലും, സ്പൈവെയർ പറഞ്ഞാലും ഒക്കെ മാൽവെയർസ് അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ഒരു മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ സിസ്റ്റത്തിലേക്ക് ഒരു അംഗീകൃതമല്ലാത്ത രീതിയിൽ കടന്ന് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചിലപ്പോ കവർന്നെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡെയിലിയുള്ള നോർമൽ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യാം? ഡാമേജ് വരുത്തുകയും ചെയ്യാം. ക്ലിയർ ആണോ? മാൽവെയർ ഒന്ന് വായിച്ചു നോക്കിയത് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് അതിന്റെ എക്സാമ്പിൾ എന്താന്നുള്ളത് മാത്രം കേട്ടോ. എല്ലാത്തിലും കുറെ ഒന്നും പഠിക്കാനില്ല, വ്യത്യാസങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. മാൽവെയർ ഒന്ന് വായിച്ചു നോക്കി വേഗം, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, രണ്ടാമത് പറയാലോ അല്ലെ? ക്ലിയർ അല്ലേ മാൽവെയർ? സെക്കൻഡ് വൺ പറയട്ടെ സർ. രണ്ടാമത്തത് ഫിഷിംഗ്. കേട്ടിട്ടുണ്ടോ ഫിഷിംഗ്? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ? പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempt to deceive users into providing sensitive information like password, credit card details, or personal data. The phishing attacks often take the form of deceptive emails, websites, or messages that imitate legitimate entities, tricking user into revealing their information. ഇപ്പോ നമുക്ക് എപ്പോഴും ഇപ്പൊ ന്യൂസിലാണെങ്കിലും നമ്മളിപ്പോ ഫോൺ ചെയ്യുന്ന സമയത്താണെങ്കിലും മെസ്സേജസ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് വരാറുണ്ട്. ഇപ്പൊ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് കിട്ടാറില്ലേ ഇൻഫർമേഷൻ? നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? OTP കാര്യങ്ങളൊന്നും ആർക്ക് ഷെയർ ചെയ്യരുത്, അല്ലാതെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇമെയിൽസോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജസ് ഒക്കെ കാണാറില്ലേ? ഫോൺ ചെയ്യുമ്പോഴേക്ക് ഇപ്പൊ അത്തരത്തിലുള്ളത് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാറില്ലേ? അത് തന്നെ. അപ്പൊ ഫിഷിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ deceitful attempt to deceive user into providing sensitive information. അതായത് ഈ ഫിഷിംഗിൽ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവരെന്ത് ചെയ്യുന്നു? ഉപഭോക്താക്കളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി വഞ്ചനാപരമായിട്ടുള്ള പല ശ്രമങ്ങൾ നടത്തും. അതിലൂടെ നമ്മുടെ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് അവരിൽ നിന്ന് പാസ്വേഡുകളോ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസോ മറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഇവരെന്ത് ചെയ്യും? ഇവര് എന്ത് ചെയ്യുന്നു? ആ ഉപഭോക്താക്കളിൽ നിന്ന് കൈക്കലാക്കുന്നതിനെയാണ് നമുക്ക് ഫിഷിംഗ് എന്ന് പറയുന്നത്. അത് ഉപഭോക്താക്കളെ കബളിപ്പിച്ചുകൊണ്ട് വഞ്ചനാപരമായ ശ്രമങ്ങളിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്? കൈക്കലാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഓഫൺ ടേക്ക് ദ ഫോം ഓഫ് ഡിസെപ്റ്റീവ് ഇമെയിൽസ്. അതായത് നമുക്ക് വഞ്ചനാപരമായ ഇമെയിൽസുകൾ വരും ഇല്ലേ? ചില തെറ്റായിട്ടുള്ള ഇമെയിൽസുകളൊക്കെ വരും വേറെ ഏതെങ്കിലും ഒക്കെ വെബ്സൈറ്റുകളിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളുടെ പേരിലോ ഒക്കെ ഇമെയിൽസ് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലൂടെ ലിങ്കുകളൊക്കെ തന്നിട്ട് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ മെസ്സേജസ് ദാറ്റ് ഇമിറ്റേറ്റ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്, അതായത് നിയമാനുസൃതമായ സ്ഥാപനങ്ങളെ അനുവദിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ വരാം. ഇപ്പൊ RBIയുടെ മെസ്സേജ് വരാം ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോ പേഴ്സണൽ ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അത്തരത്തില് നിയമാനുസൃതമായ സ്ഥാപനങ്ങളാണെങ്കിലോ അവരുടെയൊക്കെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അനുകരിക്കണം. അതായത് അവര് വിടുന്ന അതേപോലെയുള്ള രീതിയിലുള്ള മെസ്സേജുകളായിരിക്കും നമുക്ക് വരാം. മനസ്സിലാവുന്നുണ്ടോ?
ഇപ്പൊ നമ്മുടെ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്ക് ആണെങ്കിൽ RBI ആണെങ്കിൽ RBI നിന്ന് ശരിക്കും ആ മെസ്സേജ് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ആ RBIയുടെ പേരില് അതിനെ അനുകരിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുക. ഇത്തരത്തിലുള്ള രീതിയിൽ ചെക്കിംഗ് യൂസർ ഇൻ ടു റിവീലിംഗ് ദർ ഇൻഫർമേഷൻ. അപ്പൊ യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? യൂസേഴ്സിനെ അവർ കബളിപ്പിച്ച് ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ ശ്രമങ്ങൾ നടത്തി ആ യൂസേഴ്സിൽ നിന്ന് അവരുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു അവരിൽ നിന്ന് റിവീൽ ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തിയെടുക്കുന്നു. മനസ്സിലായോ? ഫിഷിംഗ് എന്താന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. വഞ്ചനാപരമായ രീതികളിലൂടെ ഉപഭോക്താക്കളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡേറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ലഭ്യമാക്കുന്നു. അതാണ് ഫിഷിംഗ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വഞ്ചനാപരമായ തെറ്റായ ഇമെയിൽസോ വെബ്സൈറ്റുകളുടെ ലിങ്കുകളോ അല്ലെങ്കിൽ നിയമാനുസൃതമായ സ്ഥാപനങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് അതുപോലെ തന്നെയുള്ള അതിനെ അനുകരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളിലൂടെയോ ഒക്കെ യൂസേഴ്സിനെ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്ത് യൂസേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നതിനെ അല്ലെങ്കിൽ കൈക്കലാക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഫിഷിംഗ് എന്താന്നുള്ളത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയത്. വായിച്ച് ചെയ്യുമ്പോ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. തേർഡ് വൺ ആണ് ഐഡന്റിറ്റി തെഫ്റ്റ്. എന്താണ് ഒരു ഐഡന്റിറ്റി തെഫ്റ്റ്? ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻ when someone acquires and uses another person's personal information such as social security numbers, credit card details or login credentials without their permission. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. when someone acquires, ഒരു വ്യക്തിയുടെ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആവാം, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, മറ്റ് ലോഗിൻ ചെയ്യുന്ന ലോഗിൻ പാസ്വേഡ്, യൂസർ ID മുതലായവയ്ക്ക് ആ ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ലഭ്യമാക്കുകയും അത് സ്വന്തമാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. This can end in financial loss, unauthorized entry to accounts, and damage to an individual reputation. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഇപ്പോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ അവരുടേതായിട്ടുള്ള ആ ഒരു വെബ് പേജസോ അല്ലെങ്കിൽ പ്രൊഫൈൽസോ ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അവര് എന്നിട്ട് നമ്മളോട് പറയും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പണമൊക്കെ ചോദിച്ച് മെസ്സേജുകൾ വരാം ഇല്ലേ? അത്തരത്തിലുള്ള മെസ്സേജുകൾ പോവാം. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരം ആളുകൾ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ അവിടേക്കുള്ള യൂസേഴ്സ് ഐഡിയും പാസ്വേഡും ഒക്കെ ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവർ മറ്റൊരു വ്യക്തിയെ പോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഐഡന്റിറ്റി ഇവർ ഉപയോഗിക്കുന്നു. അപ്പൊ അതേ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതില് ഫിനാൻഷ്യൽ ലോസ് വരാം, സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കാലോ, പറ്റില്ലേ? സാമ്പത്തികമായ നഷ്ടങ്ങൾ ഇതുവഴി വരാൻ വരുമല്ലോ. അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് എൻട്രി ടു അക്കൗണ്ട്സ്, ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പല അക്കൗണ്ടുകളിലേക്കും ഇവർക്ക് അംഗീകൃതമല്ലാത്ത രീതിയിൽ തന്നെ അവർ മറ്റ് ഒറിജിനൽ ആയിട്ടുള്ള വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഇവർ എന്ത് ചെയ്യും? പ്രവേശിക്കാം. അതുപോലെ തന്നെ ഡാമേജ് ടു ആൻ ഇൻഡിവിജ്വൽ റെപ്യൂട്ടേഷൻ, ആ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ ഡാമേജ് വരുത്തുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള പ്രൊഫൈൽസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പണം ചോദിക്കാം. ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് മെസ്സേജുകൾ അയക്കാം. കേട്ടിട്ടില്ലേ? പണം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപ്പൊ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള സന്ദേശങ്ങൾ പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ അതിലൂടെയൊക്കെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിയെ ഇത് ഡാമേജ് വരുത്തുന്നുണ്ട്. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് ഇവർ അംഗീകൃതമല്ലാത്ത രീതിയിൽ പ്രവേശനം നടത്തുന്നുണ്ട്. സാമ്പത്തികപരമായ നഷ്ടങ്ങളും ഇതിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ, അത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആവാം,
ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആവാം, ലോഗിൻ ക്രിഡൻഷ്യൽസ്, യൂസർ ഐ ഡി, പാസ്വേഡ് മുതലായ ലോഗിൻ ക്രിഡൻഷ്യൽസ് ആവാം. അതൊന്നും ആ ഒരു വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ മറ്റൊരു വ്യക്തി സ്വന്തമാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ശരി. നെക്സ്റ്റ് വൺ ആണ് ഡേറ്റ ബ്രീച്ചസ്. ഡേറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ഡേറ്റാസുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ. Data breaches include unauthorized entry to sensitive information like personal records, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in system or network. അപ്പൊ ഇവിടെ ഇത് കുറച്ചുകൂടി വലിയ വലിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്നതാണ് കേട്ടോ. അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിട്ടുള്ള പേഴ്സണൽ റെക്കോർഡുകൾ, നമ്മൾ ഓൺലൈനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പേഴ്സണൽ റെക്കോർഡുകൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ ഡേറ്റാസ് ഉണ്ടാവും, ഓർ ഇന്റലക്ച്വൽ അല്ലെ ഇന്റലക്ച്വൽ ഭൗതികമായിട്ടുള്ള സ്വത്തുക്കൾ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹാക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഇവരുടെ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ വീഴ്ചകളോ കാര്യങ്ങളിലേക്ക് ചൂഷണം ചെയ്തുകൊണ്ട് ഇവരുടെ നെറ്റ്വർക്കിലോ സിസ്റ്റത്തിലോ ഉണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും അപാകതകളിലൂടെ അത് ചൂഷണം ചെയ്തുകൊണ്ട് ഹാക്കിംഗ് വഴി ഇവർ എന്ത് ചെയ്യുന്നു, അത് സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ആ ഡേറ്റ ബ്രീച്ചസ് may end in a lot of financial losses, reputational damage and compromised privacy. ഇത്തരത്തിലുള്ള ഡേറ്റ ബ്രീച്ചസ് നടത്തുന്നത് വഴിയും ഒരുപാട് ഫിനാൻഷ്യൽ സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് ഉണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ പ്രശസ്തിയെ ഡാമേജ് ചെയ്യാം, അതുപോലെ കോംപ്രമൈസ്ഡ് പ്രൈവസി അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലും വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് വരാം. അപ്പൊ ഡേറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള പേഴ്സണൽ റെക്കോർഡുകൾ, ഫിനാൻഷ്യൽ ഡേറ്റാസ്, അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മുതലായവ ഹാക്കിംഗ് വഴിയോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റിംഗ് വൾണറബിലിറ്റീസ് ഇൻ സിസ്റ്റം ഓഫ് നെറ്റ്വർക്കിലെയോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലോ ഉള്ള എന്തെങ്കിലും എന്താണ് വീഴ്ചകളില്ല അത് ചൂഷണം ചെയ്തുകൊണ്ടൊക്കെ അവരുടെ പേഴ്സണൽ റെക്കോർഡുകള്, ഫിനാൻഷ്യൽ ഡേറ്റ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് മുതലായവയ്ക്ക് എന്ത് ചെയ്യുന്നു, ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിലേക്ക് പ്രവേശനം എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ട് അംഗീകൃതമല്ലാത്ത രീതിയിലുള്ള പ്രവേശനം നടത്തുകയും അവരുടെ ഡേറ്റാസിലേക്ക് കവർന്നെടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഡേറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, അവരുടെ പ്രശസ്തിയെ ഡാമേജ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈവസിയിലും വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് വന്നേക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഡേറ്റ ബ്രീച്ചസ്. Okay. Next one ആണ് man in the middle attack. Mid and attack. Man in the middle attack or mid and attack include intercepting and changing communication between two parties
വിത്തൗട്ട് ദിയർ നോളജ്. അതായത് ഇവിടെ രണ്ട് കൂട്ടർ തമ്മിലുള്ള ആശയവിനിമയത്തിലെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നു, ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ മിഡ് അല്ലെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അറ്റാക്സ് ക്യാൻ ഓവർഹിയർ, modify or inject spiteful content into the communication, potentially compromising sensitive information or handling the exchange. ഇവിടെ മിഡിൽ അറ്റാക്ക് അല്ലെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാല് രണ്ട് കൂട്ടര് തമ്മിലുള്ള നല്ല രീതിയിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നു. അതായത് അതൊരിക്കലും വിത്തൗട്ട് ദിയർ നോളജ്, ആ രണ്ട് വ്യക്തികളുടെ അറിവില്ലാതെ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചേഞ്ചസ് ഉണ്ടാക്കുകയോ ചെയ്യുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ കേൾക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനില് മോഡിഫിക്കേഷൻസ്, മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ ഇൻജെക്ട് സ്പൈറ്റ്ഫുൾ കണ്ടന്റ് ഇൻ ടു ദ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും തെറ്റായ അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷനിൽ ഇൻജെക്ട് ചെയ്ത് കുത്തിവെച്ച് കൊടുക്കുകയോ ചെയ്യാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ രണ്ട് കൂട്ടർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവർ ഒരിക്കലും അറിയുന്നില്ല ഇതിൽ മൂന്നാമതൊരാള് ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത്. അവരുടെ കമ്മ്യൂണിക്കേഷനും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് എന്ത് ചെയ്യാം, പ്രൈവസി കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കൈമാറുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ മറ്റൊരു വ്യക്തി അവരുടെ അറിവില്ലാതെ മൂന്നാമതൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുക. അവൻ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോ കേൾക്കുന്നതാവാം, കേൾക്കാം, അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ ആ ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഒന്ന് വായിച്ചോക്കെ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അല്ലെങ്കിൽ മിഡ് എം അറ്റാക്ക് എന്ന് പറയാനുണ്ട് കേട്ടോ. അടുത്തതാണ് പാസ്വേഡ് അറ്റാക്ക്. പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് attacks aim to attain unauthorized entry into accounts by cracking or bypassing password security. ഇവിടെ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് എൻട്രി, അതായത് ഒരു അംഗീകൃതമല്ലാത്ത രീതിയിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ബൈ ക്രാക്കിംഗ് ഓർ ബൈപാസിംഗ് പാസ്വേഡ് സെക്യൂരിറ്റി, അവരുടെ പാസ്വേഡ് സെക്യൂരിറ്റിയെ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ബൈപാസ് ചെയ്യുക, അത് തകർത്തുകൊണ്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് അംഗീകൃതമല്ലാത്ത രീതിയിൽ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കോമൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് brute force attack, dictionary attack, credential stuffing, where attackers use stolen or leaked password from other sources
to attain unauthorized access. ഇവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്ക് നമ്മൾ ഈ ഒരു പാസ്വേഡ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ രീതിയിലുള്ള പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. അതായത് നമുക്ക് ട്രയൽ ആൻഡ് എറർ പലതും ട്രൈ ചെയ്യുന്നു, തെറ്റാവാം, ചിലത് ശരിയാവാം, ചിലത് ചിലപ്പോൾ ശരിയാകും. അങ്ങനത്തെ രീതിയിലുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഇനി ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് കോമൺ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള മിക്കപ്പോഴും മിക്ക ആളുകളും പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, അടിച്ചു കൊടുത്ത് നോക്കുന്നതാണ് ഡിക്ഷണറി അറ്റാക്ക്. ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോൺ ചെയ്തിട്ട് എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, അടിച്ച് നോക്കുക അല്ലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നതിനാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിലൂടെ അറ്റാക്കേഴ്സ് എപ്പോഴും ആ പാസ്വേഡ് ക്രാക്ക് ചെയ്യണം അവർക്ക്, അല്ലെങ്കിൽ അത് തകർക്കണം. അതിന് വേണ്ടിയിട്ട് അവര് മറ്റേതെങ്കിലും സോഴ്സുകളിൽ നിന്ന് സ്റ്റോളൻ ചെയ്ത അല്ലെങ്കിൽ ലീക്ക് ആയിട്ട് അവര് സ്റ്റോളൻ ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ലീക്ക് ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ അക്കൗണ്ടുകളിലേക്ക്, മറ്റുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് അംഗീകൃതമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, കടക്കുന്നു അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നതിനെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ പാസ്വേഡ് അല്ലെങ്കിൽ അവരുടെ പാസ്വേഡുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി അതിനെ ക്രാക്ക് ചെയ്യാൻ ബൈപാസ് ചെയ്യുന്നതിന് വേണ്ടി ബൈപാസ് ചെയ്തുകൊണ്ട് അവരുടെ മറ്റുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് അംഗീകൃതമല്ലാത്ത രീതിയിൽ പ്രവേശിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ കോമൺ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കോ അല്ലെങ്കിൽ ഡിക്ഷണറി അറ്റാക്ക്, ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് മുതലായവ പല മെത്തേഡ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ ക്രാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് ലീക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റോളൻ ആയിട്ടുള്ളതോ കണ്ടെടുത്തിട്ടുള്ളതായിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പല വ്യക്തികളുടെയും അംഗീകൃതമല്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. അയച്ചു നോക്കി വേഗം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഇൻസൈഡർ ത്രെറ്റ്. ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാല് ഇൻസൈഡർ ത്രെറ്റ് മീൻസ് റിസ്ക് posed by individual within an organization who have authorized entry into system or sensitive data. This threat can arise from spiteful intent, negligence or unthinking actions that compromise security. അതായത് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു സ്ഥാപനം, ഇപ്പൊ ഒരു ബാങ്കില് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് അവരുടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. That is posed by individual within an organization. ഏത് ആ സ്ഥാപനത്തിലാണോ ആ ഒരു വിഷയം, ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ്. Who have authorized entry into system or sensitive data. അവർക്ക് അംഗീകൃതമായിട്ട് ആ ഒരു സിസ്റ്റത്തിലേക്കോ ആ സെൻസിറ്റീവ് ഡേറ്റിലേക്കോ എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന എന്തെങ്കിലും സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, എന്തെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധയുടെ ഭാഗമായിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ അൺതിങ്കിങ് ആക്ഷൻസ്, ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ വഴി അവരുടെ സെക്യൂരിറ്റിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനെയാണ്, സെക്യൂരിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുക, സുരക്ഷ ഉറപ്പുവരുത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വൽ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ ഉള്ള വ്യക്തികൾ തന്നെ ഉയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ്. അപ്പൊ അവർക്ക് ഒരു ബാങ്കിലെ ജീവനക്കാരാണെങ്കിൽ അതിൽ കുറച്ചു പേർക്കെങ്കിലും അവരുടെ സെൻസിറ്റീവ് ഡേറ്റാസിലേക്കും സിസ്റ്റത്തിലേക്കുള്ള പ്രവേശനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും, അല്ലെ, അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള വ്യക്തികൾ ഉയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ്. അവരുടെ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ ഉദ്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്നതാവാം, അല്ല എങ്കിൽ ചിലപ്പോൾ അശ്രദ്ധയുടെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ഉറപ്പുവരുത്താത്തതാവാം, അല്ലെങ്കിൽ
ചിന്തിച്ച് ചെയ്യാത്തത് കൊണ്ടാണ്, പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്. അതായത് യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് can reveal user to risk like data interception, unauthorized entry and man in the middle attack. നമ്മുടെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ചിലപ്പോ പബ്ലിക് ആയിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഈ പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകളുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഫോണിൽ നെറ്റ് കിട്ടാനൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വൈഫൈ ഓൺ ചെയ്ത് നോക്കാറില്ലേ? നിയർ ബൈ ആയിട്ട് എവിടെയെങ്കിലും വൈഫൈ കണക്ഷൻ ചെയ്യാൻ പറ്റുമോ? നോക്കാറുണ്ടോ? റേഞ്ച് ഒന്നും കിട്ടാൻ അല്ലെങ്കിൽ ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ഫോണില് നെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ നോക്കൂലേ? അത്തരത്തില് നമ്മൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് വഴി വരുന്നതാണ് ഈ ഒരു ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് നമ്മൾ പബ്ലിക് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കോ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ യൂസർ ടു റിസ്ക് എന്തൊക്കെ അപകട സാധ്യതകൾ ഉണ്ടാവാം? ഡേറ്റാസ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഡേറ്റാസിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അൺഓതറൈസ്ഡ് എൻട്രി, അംഗീകൃതമല്ലാത്ത രീതിയിൽ നമ്മുടെ അക്കൗണ്ട്സിലേക്കുള്ള പ്രവേശനങ്ങൾ നടത്താം. അല്ലെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പോലെയുള്ള അപകട സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. Attackers can snatch network traffic and capture sensitive information passed through this network. അവർ ഈ നെറ്റ്വർക്കിലുള്ള ആ ഒരു നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ട്രാഫിക്കിനെ എന്ത് ചെയ്യുന്നു? അവര് തട്ടിയെടുക്കുന്നു. അത് തട്ടിയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു നെറ്റ്വർക്കിലൂടെയുള്ള പാസ് ചെയ്തു പോകുന്ന എല്ലാ തരത്തിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസും ഇവർ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ഈ അറ്റാക്കേഴ്സ് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അൺസെക്യൂർഡ് ആയിട്ടുള്ള വൈഫൈ പബ്ലിക് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കുകൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. അല്ല എങ്കിൽ ഇതുപോലെയുള്ള അപകട സാധ്യതകൾ എന്താണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സെൻസിറ്റീവ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഈ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ വൈഫൈ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നോക്കി വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കോളൂ വൈഫൈ നെറ്റ്വർക്ക്. ശരി, സെവൻത് വണ്ണോ ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോ ഒരു ബാങ്കിലെ ജീവനക്കാരാന്ന് വിചാരിക്കും. അപ്പൊ അതിൽ കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ ആ ഒരു അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റംസ് യൂസ് ചെയ്യാനും സെൻസിറ്റീവ് ഡേറ്റാസിലേക്ക് പ്രവേശിക്കാനുമുള്ള കുറച്ചു പേർക്കെങ്കിലും അംഗീകാരം കൊടുത്തിട്ടുണ്ടാവില്ലേ? കുറച്ചു പേർക്കെങ്കിലും അംഗീകാരം ഉണ്ടാവുമല്ലോ. അത്തരത്തില് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ വരുത്തുന്ന ഭീഷണികളാണ് അല്ലെങ്കിൽ അവരുയർത്തുന്ന അപകട സാധ്യതയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. അതായത് അവര് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്വവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ മൂലം വരുന്ന ചില സെക്യൂരിറ്റി പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ
വളരെ നല്ല രീതിയിൽ ചിന്തിക്കാതെ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ വരുന്നില്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. അത് പുറമേ നിന്നുള്ള ഒരാൾ കൊണ്ടുവരുന്ന പ്രശ്നമല്ല. അവിടെയുള്ള ജീവനക്കാരുടെ അശ്രദ്ധയോ അർത്ഥിജ്ഞാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇന്റന്റോടു കൂടി ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്ന അപകട സാധ്യതകൾ. ക്ലിയർ ആയോ അത് വിസ്മയ? Then, to mitigate online security threat, it is necessary to adopt security best practices like using strong and unique password, frequently updating software and application, enabling two-factor authentication, being cautious of doubtful emails or links, and keeping awareness of current security threat, employing dependable security software, frequently backing up data, and keeping informed about the latest security practices can also help safeguard against online security threat. ഇവിടെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകൾ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും? ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകൾ ഇത്തരത്തിലുള്ള ഭീഷണികൾ കുറയ്ക്കണമെങ്കിൽ, അപകട സാധ്യതകൾ കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് യൂണീക്ക് ആയിട്ടുള്ള പാസ്വേഡുകൾ ഇടുക എന്നുള്ളതാണ് അല്ലെ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അധികം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത യൂണീക്ക് ആയിട്ടുള്ള പാസ്വേഡ് ഇടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ പതിവായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യുക. ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ enabling two-factor authentication. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളൊക്കെ കയറാണെങ്കിൽ ഇപ്പൊക്കെ നമ്മുടെ OTP സംവിധാനങ്ങളൊക്കെ വന്ന് two-factor authentication. നമ്മൾ അവിടെ മാത്രം പാസ്വേഡ് മാത്രം അടിച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ OTP കാര്യങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോഴും മറ്റൊരു പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ഇതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ? പറ്റൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംശയപരമായിട്ടുള്ള ഇമെയിൽസോ ലിങ്കുകളോ കാര്യങ്ങളോ വരാണെങ്കിൽ അതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അത് ഓപ്പൺ ചെയ്യാം. മാക്സിമം അത് നല്ല രീതി ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ കീപ്പിംഗ് അവയർനെസ് ഓഫ് കറന്റ് സെക്യൂരിറ്റി, നിലവിലുള്ള ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഭീഷണികള് പ്രശ്നങ്ങള് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ എംപ്ലോയിങ് ഡിപ്പെൻഡബിൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, അതുപോലെ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസോ ആപ്ലിക്കേഷൻസോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഫ്രീക്വൻലി ബാക്കിംഗ് അപ്പ് ഡേറ്റാസ് ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസസ് എന്താണ്, അതിനനുസരിച്ച് നമുക്ക് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകൾ എങ്ങനെ നമുക്ക് അതിൽ നിന്നൊക്കെ എങ്ങനെ സേഫ്ഗാർഡ് സംരക്ഷിക്കാൻ പറ്റും അതിനെക്കുറിച്ച് കൃത്യമായി ഇൻഫർമേഷൻസ് എപ്പോഴും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുക്തരാവാൻ പറ്റും. അത്തരത്തിലൊരു അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് മെസ്സേജുകൾ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ലേ? അറിയാവില്ലേ? മെസ്സേജസ് ആയിട്ട് നമുക്ക് കേൾക്കാലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ത്രെറ്റുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് പേര് വഞ്ചിതരാവുകയും അവരുടെ പണവും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് എപ്പോഴും കേട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എപ്പോഴും കേൾക്കുകയാണെന്ന് പറയും അല്ലെ? നമ്മൾ പറയും അല്ലെ, എപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ദേഷ്യം തോന്നും അല്ലെ? നമ്മളൊരാളെ വിളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ, ഇത് കേട്ട് കഴിഞ്ഞിട്ടില്ലേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നും. പക്ഷെ ഇത്തരം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒരുപാട് പണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ നഷ്ടപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത് എപ്പോഴും ഇത്തരം ഇൻഫർമേഷൻസ് അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് കേൾക്കുമ്പോൾ ഒരു അവബോധം ഉണ്ടാവും. അത്തരത്തിലൊരു ഇമെയിൽസോ കാര്യങ്ങളോ ലിങ്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ ഒരു പേടിയല്ലേ നമുക്ക് അല്ലെ? ഇപ്പൊ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നുണ്ട്. അത് എപ്പോഴും നമ്മളിത് കേട്ട് പരിചയമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇമെയിലോ ഒരു ലിങ്കോ വന്നു കഴിഞ്ഞാല് നമുക്ക് താല്പര്യമില്ല എന്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓണാണ് അല്ലെ? അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള എന്താണ് വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളിലൂടെ നമ്മുടെ എന്ത് ചെയ്യാം? നമ്മുടെ സിസ്റ്റത്തിനെ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഭീഷണികളിൽ നിന്ന് മുക്തരാവാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. വേഗം ഒന്ന് വന്നു വാക്കുകളിൽ വായിച്ചു കേട്ടോ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് കമ്പ്യൂട്ടർ എന്താണ്, അതിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് നോക്കുക, CPU-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹാർഡ്വെയർ എന്താണ്, അതിന്റെ എക്സാമ്പിളുകൾ ചോദിക്കാം. സോഫ്റ്റ്വെയർ എന്താണ്, അതിന്റെ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കാം. CPU, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ അതിന്റെ ഫങ്ഷൻസ്, മെമ്മറിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് അതിന്റെ എക്സാമ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ആ ഭാഗത്ത് വരാറുണ്ട്. അടുത്തത് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, അതുപോലെ തന്നെ പവർ പോയിന്റ്. ഈ മൂന്നിന്റെയും അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. വേർഡ് ആണെങ്കിൽ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ അതിന്റെ ഈ ഒരു മെയിൻ ഫീച്ചേഴ്സ്, ഇതിന്റെ ആ പേരുകൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ആ ഒരു ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു 6 പോയിന്റ്സ് 7 പോയിന്റ്സ് ഉണ്ട്. അതിന്റെ ആ ഹെഡിങ്സ് പഠിച്ചു വെക്കുക. അതിനുള്ളിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കബിലിറ്റിയും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു 3 അത് നിർബന്ധമാണ്. ആപ്ലിക്കബിലിറ്റിയും പഠിച്ചു വെക്കുക. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണെങ്കിലും അത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആ ഒരു വേർഡ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണെന്ന് കിട്ടും. അതിലെയും ഈ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് മുതലായവ പഠിച്ചു വെക്കണം. ആപ്ലിക്കബിലിറ്റിയും പഠിക്കണം. എക്സൽ ആണെങ്കിലും സ്പ്രെഡ് സ്ട്രോങ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് പഠിക്കുക. അതിന്റെ ഫീച്ചേഴ്സ്, ആപ്ലിക്കബിലിറ്റി അതും പഠിച്ചു വെക്കാം. ഹെഡിങ്സ് പഠിച്ചിട്ടുള്ളിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതിയേ. ഇന്റർനെറ്റ് എന്താണ്, അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോഷ്യൽ മീഡിയാസിന് എക്സാമ്പിൾ എന്തൊക്കെയാ, അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വെബ് ബ്രൗസർ എന്താണ്, അതിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിളോ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സും. അതുപോലെ ഓൺലൈൻ സെക്യൂരിറ്റിയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. മാൽവെയർ എന്താണ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ഏതാന്ന് ചോദിക്കാറുണ്ട്. ഫിഷിംഗ്, ഐഡന്റിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗം ആ 8 എണ്ണം പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കുകയും വേണം. അത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ ആണ്. അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മിസ് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഇപ്പൊ ഓൾറെഡി എല്ലാ ടീച്ചേഴ്സും 4th മോഡ്യൂളല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? 4th മോഡ്യൂളിലല്ലേ എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? എന്താണോ റിപ്ലൈ ഇല്ലാത്തേ? 4th മോഡ്യൂളിലല്ലേ? ഡിസാസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ശരി. ഡെമോമിസ് മാത്രം, ഡെമോമിസും അതിനെ മിസ് ഡിസാസ്റ്റർ കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലേ? ശരി. അപ്പോ ഇപ്പൊ 4th മോഡ്യൂളിലെയും ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിസാസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ശരി. 4th മോഡ്യൂളിലെയും ഒരുപാട് ചാപ്റ്റേഴ്സ് ഇനി അധികം പെൻഡിങ് ഇല്ല എന്നാണ് മിസ് തോന്നുന്നത് അല്ലെ? ഒരുപാട് ചാപ്റ്റേഴ്സ് ഇല്ലല്ലോ പെൻഡിങ്? ഒരുപാട് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഇല്ലല്ലോ? ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടാവും അല്ലെ? ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ. ഇൻഷുറൻസ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടില്ല. സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടില്ല. തേർഡ് ചാപ്റ്റർ തുടങ്ങിയില്ലേ മാം? മാം തുടങ്ങിയില്ലേ തേർഡ് ചാപ്റ്റർ? തുടങ്ങി.
8th chapter അല്ലെ? ഓക്കെ ശരി. 8th chapter ഉണ്ടാവും. 8th chapter ഫസ്റ്റ് ചാപ്റ്റർ 8th അതൊക്കെ എടുക്കോട്ടെ. 6th 8th ഉണ്ട് ശരിയാണ്. ഓവർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ HMIS ഉണ്ട് അല്ലെ? HMS ഉണ്ട് അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട് അല്ലെ? ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതിന്റെ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് എടുക്കും കേട്ടോ. അപ്പൊ അതില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ മിസ്സാണ് എടുക്കുക കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നു, അത് മനസ്സിലായി. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് അവറും മിസ് തന്നെയാണ് കേട്ടോ. മിസ് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു അരമണിക്കൂർ കൂടി നമ്മൾ കൂടുതൽ എടുക്കാം. അപ്പൊ നമ്മൾ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മിസ് ഇത് കഴിഞ്ഞെടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇത് രണ്ടുമാണ് മിസ് എടുക്കുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് രമ്യ മിസ്സും ആതിര മിസ്സും കൂടി ആയിരിക്കും എടുക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ ബ്രേക്ക് എന്തെങ്കിലും വേണോ? വേണം. ഓക്കെ, അപ്പൊ ഒരു എത്ര മണി, ഒരു 34 ഒക്കെ ആവുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു 5 minutes ബ്രേക്ക് തരാം. 34 ഒക്കെ ആവുമ്പോൾ 34, 35 ആവുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 5 minute ബ്രേക്ക് എടുത്തു. ലീവ് ചെയ്തൊന്നും പോകണ്ട കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ലീവ് ചെയ്യണ്ട. 5 minute ബ്രേക്ക് എടുത്തു കേട്ടോ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരി. സോ അപ്പൊ നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാലോ എന്താണ് ഒരു ലോണ്ടറി. ലോണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? അലക്കുശാല അല്ലെ, നമ്മുടെ അലക്കുശാല. ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുണിത്തരങ്ങളെയാണ് കേട്ടോ. നമ്മള് ലിനൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലേ? ലിനൻ മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തില് ലിനൻസ് എന്നുള്ള ബ്രാൻഡ് കാര്യങ്ങളുണ്ട്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളെയുമാണ് ലിനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളെയും അല്ലെങ്കിൽ എല്ലാ തുണിത്തരങ്ങളെയും നമ്മൾ ലിനൻസ് എന്നാ പറയുന്നത്. സോ അങ്ങനത്തെ ലിനൻസുമായി ബന്ധപ്പെട്ട അതിന്റെ അലക്കുമായി അല്ലെങ്കിൽ അലക്കുശാലകളുമായി ആ ഒരു പ്രോപ്പർ ആയിട്ട് അത് പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ അലക്കുശാലകളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സർവീസുകളാണ് നമ്മൾ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലില് ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്, അതിന്റെ ആ ഒരു സൈക്കിൾ എങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ മറ്റ് അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ പഠിക്കുന്നതാണ്. സോ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. In the present day hospital, the laundry and linen services are one of the most important supportive services. ഇപ്പോൾ present day hospitals laundry and linen service ഒക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ്. Laundry department at hospital are responsible for maintaining neatness of linens, staff uniforms, lab coat and tailoring services to meet the needs of patient and staff. സോ ഇത്തരത്തില് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലുള്ള ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തിന് റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്നത്? ഫോർ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻസ്, സ്റ്റാഫ് യൂണിഫോം, ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും, സ്റ്റാഫുകളുടെ യൂണിഫോംസ്, ലാബ് കോട്ടുകള്, അതുപോലെ തന്നെ ചില ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ടൈലറിംഗ് യൂണിറ്റുകൾ ഉണ്ടാവും. അത് ആ പേഷ്യൻസിന്റെയോ സ്റ്റാഫുകളുടെയൊക്കെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തുണിത്തരങ്ങള് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ആൾട്രേഷൻസോ കാര്യങ്ങളോ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കീറിയതുണ്ടെങ്കിൽ അത് തുണി ചേർക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഈ ചില ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ടൈലറിംഗ് യൂണിറ്റുകളും അല്ലെങ്കിൽ ടൈലറിംഗ് സർവീസുകളും പ്രവർത്തിക്കാറുണ്ട് കേട്ടോ. സോ ഇത്തരത്തില് അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ, അവരുടെ ലാബ് കോട്ടുകളാവാം, സ്റ്റാഫ് യൂണിഫോം ആവാം, മറ്റ് തുണിത്തരങ്ങളാവാം, അതെല്ലാം വളരെ നീറ്റ്നെസ്സോടുകൂടി, വൃത്തിയോടുകൂടി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് ആയിരിക്കും. Then the hospital laundry with linen which got stained from various body fluids, that is blood, urine, feces, etc. This type of linen needs to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. അപ്പൊ ഇവിടെ ചില ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തുണിത്തരങ്ങളിൽ ചിലതിലെങ്കിലും നമ്മുടെ ബ്ലഡോ അല്ലെങ്കിൽ യൂറിനോ, ഫീസസ് അല്ലെ, രക്തം, മലമൂത്രം മുതലായവയുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടാവാം. സോ അത്തരത്തിലുള്ള തുണിത്തരങ്ങൾ നമ്മൾ ഡയറക്ട്ലി നേരെ എന്ത് ചെയ്യില്ല, വാഷിംഗ് മെഷീനിലേക്ക് ക്ലീൻ ചെയ്യാനിടല്ല ചെയ്യുന്നത്. അതിനു മുൻപ് നേരിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിനെ സർവീസ് ചെയ്ത് വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി സർവീസ് ചെയ്തതിന് ശേഷമാണ് അതിലെ ആ ഒരു സ്റ്റെയിൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അണുക്കളൊക്കെ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് മാത്രമേ ആ ഡെഡിക്കേറ്റ്ലി ഹാൻഡിൽ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് മാത്രമേ എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയുള്ളൂ അല്ലെങ്കിൽ അത് വാഷിംഗിന് വേണ്ടി ഇടുള്ളൂ. ആൻഡ് റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രസന്റ് ഹോസ്പിറ്റൽസിൽ ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടീവ് സർവീസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ്. രണ്ടാമത്തത് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനായിക്കോട്ടെ
ആയിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആയിക്കോട്ടെ അവർക്ക് വളരെ നീറ്റ്നെസ്സോട് കൂടിയുള്ള തുണിത്തരങ്ങള് നിലനിർത്തുക എന്നതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അതിൽ സ്റ്റാഫ് യൂണിഫോമുകൾ വരാം, ലാബ് കോട്ടുകൾ വരാം, മറ്റ് ടൈലറിംഗ് സർവീസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാം. എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വളരെ നീറ്റ്നെസ്സോട് കൂടി അവർക്ക് തുണിത്തരങ്ങൾ വളരെ നീറ്റ്നെസ്സോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വവും ആർക്ക് തന്നെയാണ്? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിനാണ്. അതുപോലെ ഒരു ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളില് ബ്ലഡോ യൂറിനോ ഫീസസോ മുതലായവയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വേരിയസ് ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്റ്റെയിൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മള് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുൻപായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഡെലിക്കേറ്റ് ആയിട്ടും അത് നല്ല രീതിയിൽ കഴുകി അണുവിമുക്തമാക്കി സർവീസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടി ഇറക്കുകയുള്ളൂ. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു നല്ലൊരു ലോണ്ടറി സർവീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിലെയും വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ക്ലിയർ ആണ്? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, the linen and laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. അതുപോലെ തന്നെ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ്, നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് വഴി കൃത്യമായിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള മതിയായിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യണോ വളരെ സമയബന്ധിതമായിട്ട് ഉപഭോക്താക്കൾ ഹോസ്പിറ്റലിലെ വിവിധ ഉപയോക്തൃ യൂണിറ്റുകൾക്ക് നൽകണം. അപ്പൊ ഹോസ്പിറ്റലിലെ മിക്ക യൂണിറ്റുകളിലേക്കും തുണിത്തരങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹോസ്പിറ്റലിലെ മിക്ക യൂണിറ്റ്സുകളിലും ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ? തുണികൾ യൂസ് ചെയ്യുന്നില്ലേ? ഒരു വാർഡിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ICUലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസിലായിക്കോട്ടെ അതിലെല്ലാം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും ഈ ലിനൻസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഇത്തരം ഈ തുണിത്തരങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മതിയായിട്ടുള്ള വളരെ സമയബന്ധിതമായി തന്നെ ഇത്തരം തുണിത്തരങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? ശരി, അറ്റ് റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് പ്രൈസ്. ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ അളവിലും ശരിയായ വിലയിലും എത്തിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്? ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ദിസ് ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റം. എന്ത് ടേമാണ്? ലിനൻ എന്ന് പറയുന്ന ടേം ക്ലോത്തിങ് ഐറ്റംസ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തുണിത്തരങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ടെക്സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെ വരാം? മാട്രസ് അല്ലെ, മെത്തകൾ വരാം, ബെഡ് കവറുകൾ വരാം, ബെഡ് ഷീറ്റുകൾ വരാം, ടവൽസ് വരാം, ബ്ലാങ്കറ്റ് വരാം, സ്ക്രീൻ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇടുന്ന സ്ക്രീനുകളില്ലേ, കർട്ടൻസ് ഒക്കെ പോലെയുള്ളവ, അവ വരാം, സ്ക്രീൻ വരാം, കർട്ടൻസ് വരാം, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന കോട്ടുകൾ വരാം, ടേബിൾ കവറുകൾ വരാം. അങ്ങനെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും നമ്മുടെ ലിനൻ എന്ന് പറയുന്ന ഒരു ടേമിൽ ഉൾപ്പെടുന്നതാണ്. The most preferred and frequently used material is cotton and is lower priced and more comfortable. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് കോട്ടൺ വസ്ത്രങ്ങളല്ലേ? അല്ലേ? കാരണം അത് വളരെ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നതും വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. ലോവർ പ്രൈസ്ഡും ആണ്, പ്രൈസ് വളരെ കുറവാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കോട്ടൺ ആയതുകൊണ്ട് അതാണ് സാധാരണയായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. Then hospital laundry receives all the linen material from different areas such as ward, OT, operation theatre ആണ് ട്ടോ, OPD, outpatient department, office area, where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivering. In the case of linen, special care should be taken. ഇനി എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പല സ്ഥലത്തു നിന്നുള്ള തുണിത്തരങ്ങൾ കിട്ടും ക്ലീൻ ചെയ്യാനായിട്ട്. കിട്ടില്ലേ? ഒരു വാർഡിൽ നിന്നുള്ള തുണികൾ കിട്ടും, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ളതാവാം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളതാവാം, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളതാവാം, ഓഫീസ് ഏരിയയിൽ നിന്ന്, അങ്ങനെ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള ലിനൻ മെറ്റീരിയൽസ് ഈ ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരം തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? അണ്ടർഗോ പ്രോസസിംഗ്.
എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത്? സോർട്ട് ചെയ്യുന്നു. ഈ വരുന്ന തുണിത്തരങ്ങളെ നമ്മൾ തരംതിരിക്കുന്നു, അത് വാഷ് ചെയ്യുന്നു, അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിൽ നിന്നുള്ള വെള്ളം പിഴിഞ്ഞു കളയുന്നു, ഡ്രൈ ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു, എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മെൻഡ് ചെയ്യാൻ നന്നാക്കുന്നു, അത് വിതരണം ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സുകളിലൂടെ ആ ഒരു തുണിത്തരം കടന്നു പോകുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ലിനൻ, ലിനന്റെ കാര്യത്തിൽ നമ്മൾ വളരെ സ്പെഷ്യൽ കെയർ കൊടുത്തുകൊണ്ടായിരിക്കണം ഇത്തരം പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോ 3 പോയിന്റ്സ് ലാസ്റ്റ് വന്ന 3 പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ലിനൻ ആൻഡ് ലോണ്ടറി സർവീസിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ആണ് ഹോസ്പിറ്റലില് ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിലും ശരിയായ വിലയിലും ആവശ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള വൃത്തിയുള്ള മതിയായ സമയബന്ധിതമായിട്ട് തന്നെ തുണിത്തരങ്ങൾ കൊടുക്കേണ്ടത് യൂസർ യൂണിറ്റ്, അത് ഉപയോഗിക്കുന്ന ഉപഭോക്തൃ യൂണിറ്റുകൾക്ക് ലഭ്യമാക്കേണ്ടത് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ആണ്. അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ലിനൻ എന്ന് പറയുന്ന ടേം ആണ് ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റംസ്. തുണിത്തരങ്ങളെയാണ്, വസ്ത്രങ്ങളെയാണ് നമ്മൾ ലിനൻ എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതില് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ എല്ലാ വസ്ത്രങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെ ഉൾപ്പെടുന്നു? മാട്രസ്, ബെഡ് കവർ, ബെഡ് ഷീറ്റ്, ടവല്, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ മുതലായവ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലില് മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വൻലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. ദാറ്റ് ഈസ് ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രമായത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കോട്ടൺ ആണ് സാധാരണ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ലോണ്ടറി ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ അതിൽ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇത്തരം തുണിത്തരങ്ങൾ പ്രോസസ്സിംഗിലേക്ക് കടന്നു വിടുന്നു. പ്രോസസ്സിംഗ് എന്തൊക്കെയാണ്? സോർട്ടിംഗ്, തരംതിരിക്കുന്നു, അത് വാഷ് ചെയ്യുന്നു, അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, ഉണക്കുന്നു, അത് അയൺ ചെയ്യുന്നു, അത് ഫോൾഡ് ചെയ്യുന്നു, അത് നന്നാക്കണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനുശേഷം അത് ആദ്യ യൂണിറ്റുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തില് ലിനൻസ് കൈകാര്യം ചെയ്യുന്നതിൽ സ്പെഷ്യൽ കെയർ എപ്പോഴും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയ ഒരു ഭാഗം, ഇൻട്രൊഡക്ഷൻ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഓക്കെ അല്ലേ? വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, വായിച്ചത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. രണ്ടാമത്തത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വരുന്ന പേഷ്യൻസിനും അവിടെയുള്ള പേഴ്സണൽസ് എന്ന് പറഞ്ഞ ജീവനക്കാരാണ് കേട്ടോ. അവിടെയുള്ള ജീവനക്കാർക്കും പേഷ്യൻസിനും ഒക്കെ വളരെ വൃത്തിയുള്ള മെറ്റീരിയൽസ്, തുണിത്തരങ്ങള് ആവശ്യം അഡിക്വേറ്റ് ആയിട്ടുള്ള മതിയായിട്ടുള്ള വൃത്തിയുള്ള വസ്ത്രങ്ങൾ ലഭ്യമാക്കുക അല്ലെങ്കിൽ നൽകുക എന്നത് തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം. while ensuring that hygienic conditions are maintained in the process. ഇത്തരം തുണിത്തരങ്ങള് പ്രോസസ് ചെയ്യുമ്പോൾ, അത് കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു ഹൈജീനിക് കണ്ടീഷൻ, ഒരു ശുചിത്വം അവിടെ പാലിച്ചുകൊണ്ട് തന്നെ, അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ അവിടെയുള്ള പേഷ്യൻസിനും ജീവനക്കാർക്കും മതിയായിട്ടുള്ള വൃത്തിയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം.
are the main objective of the department. പ്രധാനപ്പെട്ട മറ്റ് ഒബ്ജക്റ്റീവുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട മറ്റ് 2-3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് to retain a comfortable and safe environment for the patient, staff and visitors. അവിടെയുള്ള വരുന്ന പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും സന്ദർശകർക്കും ഒക്കെ വളരെ സുഖകരമായിട്ടുള്ള വളരെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് to provide constant supply of qualitative linen to various required areas like IP, operation theatre, OPD and other areas. അതുപോലെ തന്നെ ഇപ്പോ IP എന്ന് പറയുന്ന ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അതുപോലെ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസിലൊക്കെ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല ഗുണനിലവാരമുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് സ്ഥിരമായിട്ട് വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുകയും ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ ഗുണനിലവാരത്തിന്റെ ആ ഒരു ഗുണനിലവാരപരമായിട്ടുള്ള ഒരു നിലവാര പരിചരണം എന്ത് ചെയ്യുക, നിലനിർത്തുകയും ചെയ്യുക. അപ്പൊ 3 ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. ഒന്നാമത്തത് വരുന്ന പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും അവർ വരുന്ന സന്ദർശകർക്കും ഒക്കെ വളരെ സുഖകരവും അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ ടു വേരിയസ് റിക്വയർഡ് ഏരിയാസ് ലൈക്ക് IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD ആൻഡ് അതർ ഏരിയാസ്. എന്താണ്, വളരെ നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള തുണിത്തരങ്ങള് ഇൻപേഷ്യൻസിലേക്കോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസിലോട്ടൊക്കെ നല്ല ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ സ്ഥിരമായിട്ട് വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനെ നിയന്ത്രിക്കുകയും അതിലൂടെ നല്ല ഗുണനിലവാരപരമായിട്ടുള്ള ഒരു പരിചരണം വരുന്ന പേഷ്യൻസിന് നിലനിർത്തുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഒബ്ജക്റ്റീവ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. ആ 3 പോയിന്റ്സ് അതുപോലെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, some of the main functions of the laundry services are the following. ഒരു ലോണ്ടറി സർവീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് കേട്ടോ പറയുന്നത്. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, to collect or receive soiled and infected linen from different places. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സോയിൽഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള മുഷിഞ്ഞ തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ റൂമുകളിൽ നിന്നും കളക്ട് ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്ന് ഡിഫറെന്റ് പ്ലേസസുകളിൽ നിന്ന് ഇവര് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ സോയിൽഡ് മലിനമായിട്ടുള്ളതോ അല്ലെങ്കിൽ മുഷിഞ്ഞതായിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ വിച്ച് ഇൻക്ലൂഡ് സോർട്ടിംഗ്, സ്ലൂയിസിംഗ്, disinfecting, washing, extracting, conditioning, ironing, pressing and folding. രണ്ടാമത്തത് ഇത്തരത്തിലുള്ള സോയിൽഡ് ലിനൻ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യാനായിട്ട് വിടുന്നു. അതില് നമ്മൾ വേർതിരിക്കുന്നത്, തരം തിരിച്ച് മാറ്റുക. നമ്മുടെ വീട്ടിൽ തരം തിരിക്കാറില്ലേ? തരം തിരിക്കാറുണ്ടോ? വൈറ്റ് കളർ ഡ്രസ്സ് വേറെ അല്ലെങ്കിൽ ഒരേപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടേണ്ട ഡ്രസ്സുകൾ വേർതിരിക്കാറില്ലേ?
അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു, എന്ത് ചെയ്യുന്നു, സ്ലൂയിസിങ് ചെയ്യാന്നുള്ളത് അത് കഴിയും. ആദ്യം നമുക്കൊന്ന് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കഴുകും, അതിനുശേഷം അത് അണുവിമുക്തമാക്കും, അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിലേക്ക് ഇടും. അത് നമ്മൾ ഓരോ പ്രോസസ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൽ എക്സ്ട്രാക്ട് ചെയ്യും, അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയും, കണ്ടീഷനിങ് കാര്യങ്ങൾ ചെയ്ത് അയൺ ചെയ്യുന്നു, അത് പ്രസ് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു. മൂന്നാമത്തത് ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ്. എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നു, അല്ല എങ്കിൽ അതിന് പകരം മറ്റൊരെണ്ണം റീപ്ലേസ് ചെയ്യും. അതേ എണ്ണം കറക്റ്റ് ആക്കാൻ വേണ്ടി മറ്റൊരെണ്ണം അതിന് പകരം റീപ്ലേസ് ചെയ്യും. നാലാമത്തത് ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. അതിനുശേഷം പ്രോസസ്സും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ആവശ്യമായിട്ടുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ, അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. Then അഞ്ചാമത്തത് ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. അതുപോലെ തന്നെ ഈ വരുന്ന, അതായത് നമ്മൾ സോയിൽ ചെയ്ത അല്ലെങ്കിൽ ഉഷ്ണായിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ എത്ര എണ്ണം വന്നു, എത്ര എണ്ണം പ്രോസസ് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ ഏതൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഇൻവെന്ററീസ് അല്ലെങ്കിൽ വിവരപ്പട്ടികകൾ നമ്മുടെ കൃത്യമായിട്ട് ഒരു എന്താണ് റെക്കോർഡുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഇൻവെന്ററീസ് അല്ലെങ്കിൽ വിവരപ്പട്ടികകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യണം. ആറാമത്തത് റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നിലനിർത്തുകയും ചെയ്യുക. അപ്പൊ ഈ ഒരു 6 പോയിന്റ്സ് ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഒന്നുകൂടി മിസ് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളും സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് പ്ലേസുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തത് അത് പ്രോസസ് ചെയ്യാണ്. ആ സോയിൽഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലൂസിങ് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു, അത് ഇതൊന്നും കഴുകുന്നു, അണുനശീകരണം ചെയ്യുന്നു, അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിലേക്ക് വിടുന്നു, അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, കണ്ടീഷനിങ് ചെയ്യുന്നു, അയണിങ് ചെയ്യുന്നു, അതിനുശേഷം പ്രസ്സിങ് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തത് എന്തെങ്കിലും തകരാറുകളോ കേടുപാടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചിട്ട് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്യുന്നു, അല്ല എങ്കിൽ അതിന് പകരം ഒരെണ്ണം അതേ സ്ഥാനത്ത് അത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. നാലാമത്തത് അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ, വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നു. അഞ്ചാമത്തത് ആ ഒരു വരുന്ന തുണിത്തരങ്ങളുടെയും പ്രോസസ് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളുടെയും ആ വിവരപ്പട്ടിക കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യണം. ആറാമത്തത് റിട്ടൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റില് വ്യത്യസ്ത ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, നിലനിർത്തുകയും ചെയ്യണം. ഇതാണ് ഒരു ലോണ്ടറി സർവീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടത്. Okay. Then the responsibility of the department is to manage technical function, determine of the type of linen to be purchased, the quantity of material in stock, etc. Requirements for linen vary in various areas, and the hospital need to provide sufficient quantity of linen for circulation as well as for period in storage. അപ്പൊ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ലിനൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. ഇവര് തന്നെയാണ് ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് കൈകാര്യം ചെയ്യേണ്ടത്. ഏത് ടൈപ്പ് ഓഫ് ലിനൻസ് പർച്ചേസ് ചെയ്യണം, ഏത് ടൈപ്പ് പർച്ചേസ് ചെയ്യണം, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക് വേണം, അതുമായി ബന്ധപ്പെട്ട പർച്ചേസിങ്, അതിന്റെ സ്റ്റോക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ഫങ്ഷൻസ് ചെയ്യുക. ഇതെല്ലാം ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ലിനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലെ പല പല ഏരിയാസിലേക്കുമുള്ള ആവശ്യകതകളെ, തുണിയുടെ ആവശ്യകതകൾ, ലിനൻസിന്റെ ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് മതിയായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള തുണിത്തരങ്ങള് സർക്കുലേഷന് വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത്തരത്തിലുള്ള മതിയായ തുണിത്തരങ്ങള്, സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻസ് ഫോർ സർക്കുലേഷൻ ആസ് വെൽ ആസ് റെസ്റ്റ് പീരിയഡ് സ്റ്റോറേജ്, സ്റ്റോർ ചെയ്ത് വെക്കാനും വേണം. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ,
ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് 1-2 അമ്മമാര് വെച്ചിട്ടുണ്ടാവും. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി 1-2 തന്നിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും മതിയായിട്ടുള്ള അളവിലുള്ള സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻസ് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ടത്. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അതിനെ പറ്റിയുള്ള ആവശ്യകതകൾ എന്താണെന്ന് പറയേണ്ടത്, പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് നിലനിർത്തേണ്ടതും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഭാഗം. ഇപ്പൊ മിസ്സിംഗ് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ തുടങ്ങാം. ഇത്രയും ഭാഗം വരെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു.